നമസ്കാരം. ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ബെന്യാമിൻ എഴുതിയ ഒറ്റമരത്തണൽ എന്നുള്ളൊരു പുസ്തകമുണ്ട്. ലേഖന സമാഹാരങ്ങളാണ്. അതിലെ അതിവാർത്തകൾ എന്ന് പറയുന്ന ഒരു ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ കാര്യമാണ്. ഇതിനെക്കുറിച്ച് ഞാൻ ആദ്യം ഒന്ന് വായിക്കാം. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഉള്ളത് ഒന്ന് വായിക്കാം. എത്ര കൊടിയ വാർത്തകൾക്കും അടുത്ത വാർത്ത വരെ ആയുസുള്ളൂ എന്നത് ഇന്ന് വർത്തമാന കേരളത്തിൻ്റെ ഒരു ഭീതിപ്പെടുത്തുന്ന യാഥാർത്ഥ്യമാണ്. ഞാൻ ഇതിനോടൊരു കാര്യം കൂട്ടിച്ചേർക്കുന്നു. ഇത് കേരളത്തിൻ്റെ മാത്രമല്ല, മൊത്തത്തിലുള്ള ഒരു പ്രശ്നമാണ്. ഇപ്പോൾ നമ്മൾ പറയുന്നത് കേരളത്തിൻ്റെ കാര്യമാണെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ മാത്രം ഒരു പ്രത്യേകതയല്ല എന്നുള്ളത് കൂടി പറയട്ടെ. കുറച്ചു കാലം മുമ്പ് വരെ പൊതുപ്രവർത്തകർക്കും മറ്റും തങ്ങൾ മീഡിയയുടെ കടുത്ത നിരീക്ഷണത്തിലാണെന്നും ഏതു നിമിഷവും കുടുക്കിലായേക്കാം എന്നും ഒരു അജ്ഞാത ഭീതി നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഒരു പ്രസ്താവന നൽകുമ്പോൾ പോലും ഏറെ ആലോചിക്കുകയും അത് തൻ്റെ മുൻ പ്രസ്താവനകളിൽ നിന്നും പ്രസംഗങ്ങളിൽ നിന്നും ഒന്നും വിരുദ്ധമാകാതിരിക്കാനും അവർ ശ്രദ്ധിച്ചിരുന്നു. അത്തരം കാര്യങ്ങൾ ജനങ്ങൾ ശ്രദ്ധിച്ചേക്കും എന്നൊരു ഭീതി അവർക്കുണ്ടായിരുന്നു. അങ്ങനെ വല്ലതും ഉണ്ടായാൽ അതിനെ എടുത്തുകാട്ടാനുള്ള ജാഗ്രത മാധ്യമങ്ങൾ കാണിക്കുകയും ചെയ്തിരുന്നു. ഒരുപക്ഷേ വിഷ്വൽ മീഡിയ കേരളത്തിന് നൽകിയ സംഭാവനകളിലൊന്ന് അതുതന്നെയുമാണ്. അതുകൊണ്ട് തന്നെ കള്ളവും കാപട്യവും സദാചാര വിരുദ്ധ പ്രവൃത്തികളും ചെയ്യാൻ അവർ ഏറ്റവും കുറഞ്ഞത് ഒരു മറയെങ്കിലും തേടുകയും ചെയ്തിരുന്നു. എന്നാൽ അതേ മാധ്യമങ്ങൾ തന്നെ ആ ഭീതിയെ നിസ്സാരമായി ഇല്ലാതാക്കി കൊടുത്തു. അതെങ്ങനെയാണെന്നാണ് നോക്കുന്നത്. എത്ര സുപ്രധാന വാർത്തയാണെങ്കിലും അടുത്ത വാർത്തയോടെ അതിനെ മൂടോടെ മുക്കിക്കളയാനും മറവിലേക്ക് തള്ളാനും മലയാളിയെ പരിശീലിപ്പിച്ചതും ഇതേ മാധ്യമങ്ങൾ തന്നെ. അത് ഏറ്റവും നന്നായി മനസ്സിലാക്കിയതും രാഷ്ട്രീയക്കാർ തന്നെ. അച്ചടി മാധ്യമത്തേതിനേക്കാൾ മോശം വിധത്തിൽ തലേന്നും പിറ്റേന്നും പരസ്പര വിരുദ്ധമായ പ്രസ്താവനകൾ നടത്താനും സമൂഹത്തെ ഒട്ടും കൂസാതെ എന്ത് താന്തോന്നിത്തരം കാണിക്കാനും ആർക്കും ഭയമില്ലെന്നായിരിക്കുന്നു. എന്തു കാണിച്ചാലും മാധ്യമങ്ങളും ജനങ്ങളും മറന്നുകൊള്ളും എന്ന് ഉറപ്പാണ് ഇതിനു പിന്നിലെ ചേതോവികാരം. സമൂഹത്തിൽ ഒരു വിപത്ത് പോലെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന മാസ് അംനീഷ്യ നമ്മെ വലിയ അപകടങ്ങളിൽ കൊണ്ടു ചെന്നെത്തിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് വെറുതെയല്ല. എൻ കക്കാടിൻ്റെ സഫലമീ യാത്ര എന്നുള്ള ആ ഒരു കവിതയിലെ വരികൾ ഓർമ്മ വരണേ. ഓർമ്മകളുണ്ടായിരിക്കണം ഒക്കെയും വഴിയോര കാഴ്ചകളായി പിന്നിലേക്ക് ഓടി മറഞ്ഞിരിക്കാം എന്നുള്ളത്. മാസ് അംനീഷ്യ ബെന്യാമിൻ വളരെ നന്നായിട്ടൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൽ പറയുന്ന കാര്യം സത്യമല്ലേ? ഇന്ന് 24 അവർ ന്യൂസ് ചാനലുകളുടെയും ബ്രേക്കിംഗ് ന്യൂസുകളുടെയും സ്ക്രോൾ ന്യൂസുകളുടെയും എല്ലാം ഒരു കാലമാണ്. മിനിറ്റിന് നമുക്ക് ന്യൂസ് ഫീഡ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഏതൊരു കാലഘട്ടത്തിലും നമുക്ക് ഈ ഒരു മറവിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് വളരെയധികം കൂടുതലാണ്. എത്ര പ്രധാനപ്പെട്ട വാർത്തയാണെങ്കിലും എല്ലാ പ്രധാനപ്പെട്ട വാർത്തകളും സെൻസേഷണൽ ആവണമെന്നില്ല. സോ എത്ര സെൻസേഷണൽ ആണെങ്കിലും എത്ര പ്രധാനപ്പെട്ടതാണെങ്കിലും ആ വാർത്തയുടെ ഒരു ആക്റ്റീവായിട്ടുള്ള ആയുസ്, നമ്മുടെ ഓർമ്മകളിൽ അത് നിൽക്കുന്ന ഒരു ആയുസ് വളരെ വളരെ ചെറുതാണ് എന്നുള്ളതാണ് സത്യം. നമുക്ക് പെട്ടെന്ന് മാറ്റങ്ങൾ വേണം. ദ നീഡ് ഫോർ ചേഞ്ച്. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പുതിയ വാർത്തകൾ, അവ പ്രധാനമോ അപ്രധാനമോ ആയിക്കോട്ടെ, ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കണം. ഇതിനിടയിൽ നമ്മളത് മറന്നു പോകുന്നു. ഈ അവസ്ഥയെ രാഷ്ട്രീയക്കാരും വേറെ പലരും വളരെ നന്നായിട്ട് മുതലെടുക്കുന്നുണ്ട്. പക്ഷേ എല്ലാ കുറ്റവും രാഷ്ട്രീയക്കാരുടെ തലയിൽ മാത്രം ഇടുന്ന രീതിയോട് എനിക്ക് യോജിപ്പില്ല. അപ്പോൾ ഇത് നമ്മളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് എന്നുള്ള തിരിച്ചറിവാണ് ആദ്യം വേണ്ടത്. എന്താണ് ഇതിൻ്റെ പരിഹാരം എന്ന് വെച്ചാൽ ഇതിന് ഒറ്റമൂലികളില്ല. പരിഹാരങ്ങൾ ഒന്നും ഒറ്റയടിക്കൊരു പരിഹാരങ്ങൾ സജസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ പ്രശ്നങ്ങളെ അക്സെപ്റ്റ് ചെയ്യാതിരിക്കരുത്, പ്രശ്നങ്ങളിലേക്ക് നോക്കാതിരിക്കരുത്. ഈ ഇലക്ഷൻ കാലത്തൊക്കെ പ്രത്യേകിച്ച് നമുക്ക് ഓർമ്മകൾ വേണം. നല്ല കാര്യങ്ങളായാലും ചീത്ത കാര്യങ്ങളായാലും പ്രധാനപ്പെട്ട ഏത് കാര്യമാണെങ്കിലും നമുക്കത് ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. ഒരു കാര്യം നമ്മുടെ ഓർമ്മയിൽ നിർത്താൻ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? വാട്ട് ക്യാൻ വി ഡു ടു ഹെൽപ്പ് അവർ സെൽസ് ടു റിറ്റെയിൻ ദീസ് തിങ്സ്? ഒന്നാമത് ഏതാണ് പ്രധാനം ഏതാണ് അപ്രധാനം എന്ന് നമുക്ക് തന്നെ ഒരു തിരിച്ചറിവുണ്ടാവണം. നമ്മുടെ 24 അവർ ന്യൂസ് ചാനൽസും മീഡിയ എല്ലാം all the things that they are throwing on us, most of them are not important. ഏതാണ് യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ടത്, മനുഷ്യനെ യഥാർത്ഥത്തിൽ ബാധിക്കുന്നതും പ്രധാനപ്പെട്ടതുമായ കാര്യങ്ങൾ ഏതാണെന്ന് വേർതിരിച്ചറിയാനുള്ള ഒരു അറിവും വകതിരിവും ആ ഒരു ഡിസ്ക്രിഷണറി എബിലിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെ വരുമ്പോൾ വി ക്യാൻ ഓൺലി റിമെമ്പർ സോ ആൻഡ് സോ തിങ്സ്. സോ അപ്രധാനമായ കാര്യങ്ങൾ, യാതൊരു പ്രാധാന്യവുമില്ലാത്തത് നമുക്ക് ഓർമ്മയിൽ നിന്ന് കളയാൻ നമുക്ക് ശ്രമിക്കാം. പ്രധാനപ്പെട്ടതും ഫോളോ അപ്പ് വേണ്ടതുമായ കാര്യങ്ങൾ നമുക്ക് കൂടുതലായിട്ട് ഓർത്തിരിക്കാൻ ശ്രമിക്കാം. ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മൾ എങ്ങനെയാണോ പ്രതികരിക്കുന്നത്, എങ്ങനെയാണോ നമ്മളെ രൂപപ്പെടുത്തുന്നത്, അതനുസരിച്ച് മാത്രമേ മീഡിയ ആണെങ്കിലും രാഷ്ട്രീയക്കാരാണെങ്കിലും അവർ പെരുമാറുള്ളൂ. അവർ സ്വയം നീതിബോധം ഉൾക്കൊണ്ട് നന്നാവുമെന്ന് പ്രതീക്ഷിക്കുന്നത് ഇറ്റ്സ് ഓവർ ഓപ്റ്റിമിസ്റ്റിക്. സോ നമ്മൾ ആ രീതിയിലായാൽ, നമ്മൾ ഓർമ്മയുള്ള ഒരു ജനതയായാൽ, ഓർത്തിരിക്കുകയും ചോദിക്കേണ്ട ചോദ്യങ്ങൾ തിരിച്ച് ചോദിക്കുകയും, അത് സ്വയമായാലും മീഡിയയോടായാലും രാഷ്ട്രീയക്കാരോടായാലും സംഘടനകളോടാണെങ്കിലും അത്തരത്തിലൊരു എബിലിറ്റി നമുക്ക് ഉണ്ടായാൽ മാത്രമേ ആ രീതിയിൽ മീഡിയയും രാഷ്ട്രീയക്കാരും ഉയരുകയുള്ളൂ. വേറൊരു കാര്യം സെൻസിറ്റിവിറ്റി, എമ്പതി തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് കൂടുതലായിട്ട് വളർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും ഓർമ്മയുണ്ടാവും. ഷാർപ്നെസ് ഓഫ് ഒബ്സർവേഷൻ, നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നോട്ട് ചെയ്യാനും വിടേണ്ടത് വിടാനുമുള്ള ഒരു ഷാർപ്നെസ് ഓഫ് ഒബ്സർവേഷൻ, ഇത് നല്ലതാണ്. റൈറ്റ് പ്രയോറിറ്റീസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലേ?
ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷ്യസുരക്ഷയുടെ കാര്യം. ഭക്ഷ്യവിഷബാധ മൂലം മരണങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരാഴ്ചത്തേക്ക് പിന്നെ ന്യൂസ് ചാനൽ എല്ലാവരും ഈ റെയ്ഡ് കവർ ചെയ്യും. പല പല ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് എല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കും. വീണ്ടും പഴയ പോലെ. നമ്മുടെ ബ്രഹ്മപുരം വേസ്റ്റിന് അൺസയൻറ്റിഫിക് മാനേജ്മെൻറ്റ് കാരണം ബ്രഹ്മപുരം എല്ലാവർക്കും ഒരുപാട് പ്രശ്നങ്ങൾ നൽകി ദിവസങ്ങളോളം നിന്ന് കത്തിയിട്ട് കുറച്ച് നാളുകളെ ആവുന്നുള്ളൂ, ഒരു വർഷത്തിനോട് അടുത്തേ ആവുന്നുള്ളൂ. നമ്മൾ എന്ത് മാറ്റമാണ് വരുത്തിയത്? ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവാതിരിക്കാൻ എന്ത് സിസ്റ്റമിക് ചേഞ്ച് ആണ് നമ്മൾ വരുത്തിയത്? VIP സുരക്ഷയുടെ പേരിൽ ഒരു പടം ആരും കാണാത്ത രീതിയിൽ വലിച്ചു കെട്ടി ഒരു യുവാവിന് 28 വയസ്സുള്ള ഒരു യുവാവിൻ്റെ മരണത്തിന് കാരണമാക്കിയിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. ഇനി അടുത്ത തവണ നെക്സ്റ്റ് VIP വരുമ്പോൾ ഇത്തരത്തിലൊരു കാര്യം ആവർത്തിക്കാതിരിക്കാൻ എന്താണ് നമ്മൾ ചെയ്തിട്ടുള്ളത്? ചിന്തിക്കേണ്ട കാര്യമല്ലേ? സിദ്ധാർത്ഥിനെ 8 മാസത്തോളമായിട്ട് റാഗിങ്ങിൻ്റെ ഫലമായി മരണത്തിലേക്ക് നയിച്ചത് കുറച്ച് നാളായിട്ടുള്ളൂ. ഇനി ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ റാഗിങ്ങിനെതിരെ നമ്മൾ എന്ത് മാറ്റമാണ് കൊണ്ടുവന്നിട്ടുള്ളത്? ഏലത്തൂർ ട്രെയിൻ വെപ്പ് കഴിഞ്ഞിട്ട് 1 വർഷത്തോളമായി. എന്താണ് അതിൽ ഫോളോ അപ്പ് ഉണ്ടായത്? ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് പെട്ടെന്ന് ഓർമ്മ വന്ന ചില ഉദാഹരണങ്ങളാണ്. താനൂർ ബോട്ടപകടം നമുക്കുണ്ടായി, സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ. അതുപോലെ നമ്മുടെ റോഡിൽ നോക്കിക്കഴിഞ്ഞാൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ എത്രയോ അപകടങ്ങൾ ഉണ്ടാകുന്നു. ഇവയൊന്നും വീണ്ടും ഉണ്ടാവാതിരിക്കാൻ എന്താണ് ചെയ്തിട്ടുള്ളത്? ഇതിനെ ആരെങ്കിലും കവർ ചെയ്യുന്നുണ്ടോ? മീഡിയക്കാർ ഇതിനെ കവർ ചെയ്യുന്നുണ്ടോ? നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇസ് എനിബഡി ഫോളോയിങ് ഇറ്റ് പ്രോപ്പർലി? ഇല്ല. അടുത്ത സമാനമായൊരു വാർത്ത വരുമ്പോൾ മാത്രമാണ് നമ്മൾ പലപ്പോഴും അതൊക്കെ ഓർക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഓർമ്മയില്ലായ്മ, ഈ മറവി, സൗകര്യപൂർവ്വമുള്ള ഈ മറവി, ഈ മാസ് അംനീഷ്യ ഒരുപാട് പേർക്ക് അനുഗ്രഹമാണ്. ഒന്നും പ്രത്യേകിച്ച് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്കും ചെയ്യാൻ കഴിവില്ലാത്തവർക്കും ചെയ്യണമെന്ന് ഒരു രീതിയിലും ഇൻട്രസ്റ്റ് ഇല്ലാത്തവർക്കെല്ലാം ഈ ഓർമ്മ അനുഗ്രഹം, ഈ മറവി അനുഗ്രഹമാണ്. തങ്ങൾ ചെയ്തില്ലെങ്കിലും, രാഷ്ട്രീയക്കാരോ വേറെ കറസ്പോണ്ടിങ് അതോറിറ്റീസ് ആണെങ്കിലും, തങ്ങൾക്ക് ചെയ്തില്ലെങ്കിലും ആരും ഇതൊന്നും ഓർത്ത് വയ്ക്കാൻ പോകുന്നില്ല, ആരും ചോദിക്കാൻ പോകുന്നില്ല എന്ന് അവർക്കറിയാം. മീഡിയക്കാരെ സംബന്ധിച്ചും അവർക്കതറിയാം. അടുത്ത ഇൻട്രസ്റ്റിംഗ് ന്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിനെക്കുറിച്ച് ആരും ചോദിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിന് നമുക്ക് ഒരു പരിഹാരം ഉണ്ടായിരിക്കണം. അതിന് നമ്മൾ കോൺഷ്യസ്ലി ശ്രമിക്കുക തന്നെ വേണം. ഓർമ്മകളുള്ള ഒരു ജനതയാവാൻ, അങ്ങനെയുള്ള വ്യക്തികളെ ചേർന്നാണ് ജനത ഉണ്ടാകുന്നത്. നമുക്ക് ശ്രമിക്കാം. ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മുടെ സ്വയം ഇമ്പ്രൂവ്മെൻറ്റിനും ഇത് ആവശ്യമാണ്. ഓരോ ഫയലിലും ഓരോ ജീവിതമുണ്ടെന്ന് നമ്മുടെ മുഖ്യമന്ത്രി ഒരിക്കൽ പറഞ്ഞ ഓർമ്മയുണ്ട്. അതുപോലെ ഓരോ വാർത്തയ്ക്ക് പിന്നിലും ഓരോ ജീവിതമുണ്ട്. ഇപ്പം ആ മരിച്ച ആ ഒരു ആളുടെ 28 വയസ്സുകാരനാണ് മരിച്ചത്. അവൻ്റെ അമ്മയുടെ പടമൊക്കെ കാണിച്ചത് വളരെ ദുഃഖകരമായ കാര്യമാണ്. ഓരോ ജീവിതങ്ങളാണ്. ഇതൊരു സ്ക്രോൾ ന്യൂസ് മാത്രമല്ല, ജീവിതങ്ങളാണ്. നഷ്ടപ്പെടുന്നവർക്ക് എന്നും നഷ്ടങ്ങൾ തന്നെയുണ്ട്. കൂടുതൽ പറയാനില്ല. ഇതിന് ഒറ്റമൂലികളൊന്നും ഇല്ല എന്ന് വീണ്ടും ആവർത്തിക്കുന്നു. നമ്മൾ സ്വയം ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിന് പരിഹാരം. താങ്ക് യു.